രാഹുൽ വേട്ടയ്ക്കിറങ്ങിയ വിജയന് ചൊറിച്ചില് മാറിയോ ആവോ? രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം ലഭിച്ചു. കേസിൽ അറസ്റ്റിലായി 16ാമത്തെ ദിവസമാണ് റിമാൻഡിന് ശേഷം രാഹുൽ ഈശ്വറിന് ഇന്ന് ജാമ്യം ലഭിക്കുന്നത്. അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ഇതുവരെ റിമാൻഡിലായിരുന്നു. ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം പൂർത്തിയായിരുന്നു. തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധി പറഞ്ഞത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റു കേസുകളിൽ അകപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. 16 ദിവസമായി റിമാൻഡിലാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. വേണമെങ്കിൽ വീഡിയോകൾ നീക്കം ചെയ്യാമെന്നും പറഞ്ഞു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇനി എന്തിനാണ് വീണ്ടും കസ്റ്റഡി എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വാദത്തിന് ശേഷം ഉത്തരവിനായി മാറ്റുകയായിരുന്നു. തുടർന്നാണ് ഉച്ചകഴിഞ്ഞ് വിധി പറഞ്ഞത്. ഈ കേസിലെ മറ്റൊരു പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഡിസംബർ 11-നാണ് രാഹുൽ ഈശ്വറിനെ വീണ്ടും റിമാൻഡ് ചെയ്തത്. നേരത്തെ 2 തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്ന് വീണ്ടും ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വറിനെ ഫോർട്ട് ആശുപത്രിയിലും ഓർത്തോ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലും കൊണ്ടുവന്നിരുന്നു. കോടതി നിലപാടിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 30-ന് വൈകിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തത്. നന്ദാവനം AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. രാഹുലിൻ്റെ ഫോണും ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തിരുന്നു. മൊബൈലിലെ ഒരു ഫോൾഡറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും രാഹുൽ വേട്ടയ്ക്കിറങ്ങിയ പിണറായിക്ക് അടക്കമായി എന്ന് തോന്നുന്നു. രാവിലെ ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട കേസിൽ ധൃതി എന്തിന്, ക്രിസ്മസ് വെക്കേഷന് ശേഷം ആ കേസ് പരിഗണിക്കാം എന്ന് പറയുകയും അതുപോലെ ആദ്യ കേസിൽ നിലവിൽ തുടരുന്ന നോട്ട് ടു അറസ്റ്റ് തുടരാനും കോടതി ഉത്തരവിട്ടു. അതോടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാമെന്ന് കരുതി രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ വീടിന് സമീപം തമ്പടിച്ചിരുന്ന പോലീസുകാർ നാണം കെട്ട് തിരികെ പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.